Hi dears, welcome to Ashbicreations. ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ലൈൻ എംബ്രോയിഡറി ആണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ജോർജറ്റിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഓഫ് വൈറ്റ് കളറിലെ സിൽക്കി ത്രെഡ്, അതുള്ള ഗ്രീൻ കളറ്, ലൈറ്റ് വയലറ്റ് ഷെയ്ഡുള്ള സിൽക്കി ത്രെഡ്. അപ്പോൾ ഈ ഒരു 3 കളർ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു നെക്ക് ലൈൻ എംബ്രോയിഡറി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ പാറ്റേൺ വന്നിട്ട്. സെൻട്രലായിട്ട് 4 ഫ്ലവർ വന്നിട്ടുണ്ട്. 2 സൈഡിലും 3 ഫ്ലവർ, മുകളിലും 3 ഫ്ലവർ 2 സൈഡിലായിട്ട്, പിന്നെ ലീഫ്, സ്റ്റെമ്മ്, അങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് സ്റ്റെം ഒന്ന് ചെയ്ത് കൊടുക്കാം. സ്റ്റെം ചെയ്യാനായിട്ട് ഞാൻ 8 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. അതുപോലെ നീഡിൽ നമ്പർ 7 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ലൈനൊക്കെ നമുക്കൊന്ന് സ്റ്റെം ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫുള്ള് നമ്മൾ സ്റ്റെം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെമ്മിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്ന് താഴേക്ക് നമുക്ക് ലീഫ് ചെയ്ത് കൊടുക്കണം. മുകളിലേക്ക് നമുക്ക് ഫ്രഞ്ച് നോട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലീഫ് ചെയ്ത് കൊടുക്കാം. ലേസി ഡേസി സ്റ്റിച്ചാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം. നല്ല തിക്കായിട്ട് നമുക്ക് മുകളിലേക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വൈറ്റ് കളറും ലൈറ്റ് വയലറ്റ് ഷെയ്ഡും ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ത്രെഡ് ഞാൻ എടുത്തിരിക്കുന്നത് 6 സ്ട്രാൻഡ്സിലാണ് എടുത്തിരിക്കുന്നത്. ഓഫ് വൈറ്റ് കളറും അതുപോലെ ലൈറ്റ് വയലറ്റ് ഷെയ്ഡും എടുത്തിരിക്കുന്നത്. തിക്കായിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബുള്ളിയൻ റോസ് ചെയ്ത് കൊടുക്കാം. ബുള്ളിയൻ റോസ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു 10 സ്ട്രാൻഡ്സിൽ ത്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു ചെറിയ പെറ്റൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതൊരു 5 ടൈംസാണ് നമ്മൾ നീഡിലിൽ ത്രെഡ് ചുറ്റുന്നത്. രണ്ട് പെറ്റൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് അടുത്ത പെറ്റൽ ചെയ്തു പോകണം. ഇതൊരു 10 ടൈംസ് നമ്മൾ നീഡിൽ ചുറ്റിട്ടുണ്ട്. അടുത്ത പെട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പെട്ടിലിൻ്റെ സെൻറ്ററിൽ കൂടി വേണം അടുത്ത നീഡിലും ത്രെഡും എടുക്കാനായിട്ട്.
ആദ്യത്തെ ഫ്ലവർ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിന് ചുറ്റിനും നമുക്ക് വയലറ്റ് ഷെയ്ഡ് കൊണ്ട് നമുക്ക് അടുത്ത പെറ്റൽസ് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇത് ഞാനൊരു 7 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. ഒരു 12 ടൈംസിൽ നമുക്കൊന്ന് ത്രെഡ് ചുറ്റി കൊടുക്കാം. നമ്മൾ ആദ്യം ചെയ്ത പെറ്റലുണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിൽ കൂടെ വേണം ഏറ്റവും ലാസ്റ്റ് പെറ്റൽ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ ഫ്ലവർ നമ്മൾ കഴിഞ്ഞ് ബാക്കിയുള്ള ഫ്ലവേഴ്സും കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് ഓരോ ഫ്ലവറിൻ്റെയും അടുത്തായിട്ട് നമുക്ക് ഓരോ പേൾ വെച്ച് കൊടുക്കാം. വൈറ്റ് കളറിലെ പേൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.